നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. വയനാട് കുടിയേറ്റത്തിന്റെ കാഠിന്യം കണ്ടറിഞ്ഞ വയനാടിന്റെ മണ്ണിൽ ആത്മീയതയുടെ വിത്തുകൾ പാകിയ ജനത. 1940കളിൽ ആരംഭിച്ച കുടിയേറ്റം 1950കളിൽ എത്തിയപ്പോൾ 32 കുടുംബങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു. വയനാടിന്റെ ഭൂമിശാസ്ത്രപരമായ കാഠിന്യതയിൽ ഒരിടം കണ്ടെത്തി അവർ സ്വയം വഴിതെളിക്കുകയായിരുന്നു. ജീവവായു പോലെ തന്നെ ആത്മീയതയുടെ അംശം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അതിയായി മോഹിച്ച പിതാമഹന്മാർ കഠിന ത്യാഗപൂർണമായ വഴിത്താരകൾ തുറന്ന് ജീവിതത്തിൽ ആത്മീയതയെ കുടിയിരുത്തി. പ്രകൃതിയുടെ ക്രൂദ്ധനോട്ടത്തിൽ ഭയചകിതരായ ഒരു ജനത സ്തബ്ധരായി നോക്കി നിന്നില്ല. വീറോടെ കാടിനോടും കാട്ടാറിനോടും പൊരുതി അതിജീവനത്തിൻ്റെ കഠിന നാളുകൾ താണ്ടി കാലത്തിൻ്റെ വക്ഷസിൽ കടപുഴകി നിലംപതിക്കുന്ന കൂടപ്പിറപ്പുകളുടെ നിലവിളികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനാപൂരിതമായ ജീവവായു പ്രസരിപ്പിച്ചു ഭൂമിയാകെ. ഇന്നിവർ സന്തോഷം തിരതല്ലുന്ന നാളുകൾ കണ്ടുണരുന്നു. പോരൂർ, വാളാട്, ആറോല, യവനാർകുളം, മുതിലേരി, വെൺമണി, ചുള്ളി, കണ്ണോട്ടുമൂല, കാട്ടിമൂല, ഈ ദേവാലയത്തിന് ചുറ്റും വിന്യസിച്ച് കിടക്കുന്ന ഈ പ്രദേശങ്ങളൊക്കെ ഇന്ന് ഈ പേരൂർ ഇടവകയെ സമ്പുഷ്ടമാക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ട് ആത്മീയതയുടെ ദിവ്യപ്രകാശം പരത്തി ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യസമ്പൂർണമായ ഉന്നമനത്തിന് നിദാനമായി ഈ ദേവാലയം മാറിക്കഴിഞ്ഞു. ഇതര സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ വയനാടിൻ്റെ ഹൃദയമണ്ണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രദേശം ദൈവത്തിൻ്റെ പരിപൂർണമായ സംരക്ഷണത്തിലാണ്. മണ്ണിൻ്റെ മണവും കാടിൻ്റെ രൗദ്രഭംഗിയും മലമടക്കുകളുടെ സംരക്ഷണവും ഈ പ്രദേശത്തിനെ സമ്പൽ സമൃദ്ധിയിൽ ആറാടിക്കുന്നു. ഒരു ജനതയുടെ സായുജ്യത്തിൻ്റെ നാളുകളാണിത്. സൂര്യനുദിക്കാത്ത നാടായും കാളവണ്ടി യുഗത്തിൻ്റെ നാടായും വയനാടിനെ കണ്ടറിഞ്ഞ ജനത പക്ഷേ ഇന്ന് ഉയർച്ചയുടെ പടവുകൾ കണ്ടറിഞ്ഞു. വികസനത്തിൻ്റെ വഴിത്താരകളിൽ പുതിയ കാലത്തിൻ്റെ പടവുകൾ താണ്ടുന്നു. ആത്മീയതയുടെ പച്ചപ്പുകൾ ഈ പ്രദേശമാകെ വ്യാപിച്ചു. ഇന്ന് നിറഞ്ഞ സന്തോഷാധിരേകത്താൽ ആത്മീയ നിറദീപങ്ങൾ തീർക്കുന്നു ഇവിടെ. ഈ കുരിശിൻ്റെ പ്രഭ, ഈ ദീപനാളത്തിൻ്റെ പ്രകാശം ഇവിടമാകെ പ്രസരിക്കുന്നു. ഈ ആത്മീയ നായകൻ ഈ ജനതയുടെ വഴികാട്ടിയാകുന്നു. മാർഗദീപങ്ങൾ ഒരുക്കി ഈ ക്രാന്തദർശി ഈ നാടിന് തന്നെ വെളിച്ചമേകുന്നു. ഈ ദേവാലയ തിരുമുറ്റത്തു നിന്നും ഈ ഇടയൻ്റെ ഇടയഗാനം ഒരു ഉണർത്തുപാട്ടായി ഇവിടമാകെ വഴിഞ്ഞൊഴുകുന്നു. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ പാരമ്പര്യങ്ങളുടെയും സംസ്കൃതിയുടെയും അന്വേഷണങ്ങളുടെയും കഥ പറയുന്ന കലാരൂപമാണ് നാടോടി നൃത്തം. താളമേളങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ച് അനുവാചകന്റെ ഹൃദയത്തിൽ വികാരങ്ങളുടെ വേലിയേറ്റം നടത്തുവാൻ കലാകാരന് കഴിയുന്നു. കല ചില സൂചനകളും ഓർമ്മപ്പെടുത്തലുമാണ് നന്മയിലേക്കുള്ള ഓർമ്മപ്പെടുത്തലുകൾ. ചിലങ്കിയുടെ കിൽക്കത്തിനൊപ്പം അരങ്ങി. വഴിമറന്ന നേരങ്ങളിൽ, മൊഴിമറന്ന കാലങ്ങളിൽ തവ വചന കേൾവികളൻ കരളിനൊരു കുളിരായി, സ്നേഹമായി ശാന്തിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകി. ഗുരു മാത്രമെൻ വിഴിദീപമായി മുന്നിൽ തെളിഞ്ഞു നിന്നു. മനമുയർത്തി പാടാം, പദങ്ങൾ പാടിയാടാം, ഉയർന്നിടട്ടെ എങ്ങും തവ മഹിമഗാനം. മനമുയർത്തി പാടാം, പദങ്ങൾ പാടിയാടാം, ഉയർന്നിടട്ടെ എങ്ങും തവ മഹിമഗാനം.
വിലയറിയാതന്നാളിൽ വീടിൻ ഹൃദയം വിട്ടു. വില ചൊല്ലി വാങ്ങിയതാം പണവും നേടിപ്പോയി. വിലയറിയാതന്നാളിൽ വീടിൻ ഹൃദയം വിട്ടു. വില ചൊല്ലി വാങ്ങിയതാം പണവും നേടിപ്പോയി. കൂട്ടരുമൊത്തു സുഖിച്ചുരമിച്ചു എല്ലാം പോയല്ലോ. ഒന്നും തിന്നാനില്ലാതായി പന്നിയെ മേയ്ക്കാൻ പോയി. ബോധം വീണു വീടിൻ ചിത്രം മനസ്സിനുള്ളിൽ തെളിഞ്ഞു. പതിയെ എഴുന്നേറ്റു പിന്തിരിഞ്ഞു നടന്നു. താതഭവനം തേടി സ്നേഹമകനാകാൻ. പതിയെ എഴുന്നേറ്റു പിന്തിരിഞ്ഞു നടന്നു. താതഭവനം തേടി സ്നേഹമകനാകാൻ. ആടുകൾ നൂറുള്ളൊരാട്ടിടയന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ സുന്ദരമായൊരു കഥ നിങ്ങൾ കേൾക്കൂ. ജീവന്റെ ജീവനായി കാത്തുവന്ന ആടിലൊരെണ്ണം വഴിമറന്നു പോയൊരു സങ്കട കഥ നിങ്ങൾ കേൾക്കൂ. ദൂരെയൊരു പുൽമേടിന്റെ കൊതി പിടിച്ചു വഴിമറന്നു പോയൊരു പാവം കുഞ്ഞാടിൻ കഥയിത്. ദൂരെയൊരു പുൽമേടിന്റെ കൊതി പിടിച്ചു വഴിമറന്നു പോയൊരു പാവം കുഞ്ഞാടിൻ കഥയിത്. ആർത്തിയോടന്നാളിൽ ഏറെ പണവും നേടി. ആരെയും കൂസാതെ അതിസമ്പന്നനുമായി. ആർത്തിയോടന്നാളിൽ ഏറെ പണവും നേടി. ആരെയും കൂസാതെ അതിസമ്പന്നനുമായി. പണമുണ്ടെങ്കിലും അല്പം പോലും സ്വസ്ഥതയില്ലാതായി. ഒരു നാളങ്ങനെ ഗുരുവെ കണ്ടു. ഗുരുവൻ വീട്ടിൽ വന്നു. ചങ്കിനുള്ളിൽ ഗുരുവിൻ നോട്ടം ആഞ്ഞു തറച്ചൊരു നേരം. മെല്ലെ എഴുന്നേറ്റു ഉള്ളു തുറന്നോടി. പങ്കുവച്ചേരാ എന്റെ സമ്പാദ്യം. മെല്ലെ എഴുന്നേറ്റു ഉള്ളു തുറന്നോടി. പങ്കുവച്ചേരാ എന്റെ സമ്പാദ്യം. കാലം കാത്തുവെച്ച് ഈ ആത്മീയ നായകൻ ഇന്ന് ഈ പ്രദേശത്തിൻ്റെ സഞ്ചാരപഥങ്ങളിൽ ആത്മീയ വെളിച്ചം തൂവിയുള്ള യാത്രയിലാണ്. കാടും മലയും കയറിയിറങ്ങി നടവഴികൾ താണ്ടുമ്പോൾ ആത്മീയ ചേതനയെ ഉദ്ദീപിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങുകയാണ് ഈ വൈദികൻ. ക്രിസ്തുവിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സേവനത്തിൻ്റെയും സഹനത്തിൻ്റെയും ദിവ്യമന്ത്രങ്ങൾ പകർന്നു നൽകി ക്രിസ്തുനാഥൻ്റെ തിരുവചനങ്ങൾ സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ മധ്യസ്ഥതയിൽ 1974 ബഹുമാനപ്പെട്ട തോമസ് കാട്ടൂരച്ചൻ്റെ കാലത്ത് ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടന പോരൂർ ഇടവകയിൽ പ്രവർത്തനം ആരംഭിച്ചു. സൺഡേ സ്കൂളിലെ 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളും സീനിയർ അംഗങ്ങളും ഉൾപ്പെടെ 400ഓളം പേർ ഈ സംഘടനയിൽ പ്രവർത്തിച്ചു വരുന്നു. ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവും ജീവകാരുണ്യപരവുമായ മേഖലകളിൽ മിഷൻ ലീഗ് സംഘടന പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട
വിൻസെൻ്റ് കളപ്പുരയിൽ അച്ഛൻ ഡയറക്ടറായും സിസ്റ്റർ ആൻസിറ്റ എസ് ജോയിൻറ്റ് ഡയറക്ടറായും സിബിൻ കടകലിൽ പ്രസിഡൻ്റായും അബിൻ വെള്ളാനയിൽ വൈസ് പ്രസിഡൻ്റായും അജ്ന കടവന്നൂർ സെക്രട്ടറിയായും അഞ്ജലി മണിക്കുട്ടിയിൽ ജോയിൻറ്റ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹാർത്ഥികളുടെ ആലയമായി പോരൂർ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ പൂമുഖത്ത് സ്ഥിതി ചെയ്യുന്ന സ്നേഹാലയം അഗതികൾക്കും അശരണർക്കും സ്നേഹത്തിൻ്റെ സാന്ത്വനവുമായി ഇവരുടെ സ്നേഹചാർത്താവുന്നു. ത്യാഗത്തിൻ്റെ അർപ്പണധ്യാനത്തിൽ ഈ സിസ്റ്റേഴ്സ് കർത്താവിൻ്റെ ജീവിത സായുജ്യം തേടുന്നു. പോരൂർ ഇടവകയുടെ 2016-17 സാമ്പത്തിക വർഷത്തെ നിലവിലുള്ള കൈക്കാരന്മാരാണ് ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങളുടെ കൂടെ വേറെ 2 പേര് കൂടിയുണ്ട്, അവരിവിടെ വന്നിട്ടില്ല ഇന്ന്. ഞങ്ങളുടെ പേര്, എൻ്റെ പേര് സെബാസ്റ്റ്യൻ അമ്പലത്തറ എന്നാണ്. എൻ്റെ അടുത്തിരിക്കുന്ന ആളുടെ പേര് സിബി ചേന്നാട്ട് എന്നാണ്. മൂന്നാമത്തെ ആൾ AP കുര്യാക്കോസ്, നാലാമത്തെ ആൾ ജോയി പാർപ്പള്ളിൽ. ഞങ്ങൾ 4 കൈക്കാരന്മാരാണ് ഈ വർഷത്തെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത്. ദൈവീക ദർശനത്തിൻ്റെ ആത്മനിർവൃതിയിൽ വിൻസെൻ്റ് അച്ഛൻ പോരൂർ ഇടവകയുടെ സ്പന്ദനമാവുന്നു. ഈ ഇടവഴികളിൽ പതിഞ്ഞ ഈ കാലടികൾ പുതിയ കാലത്തിനെ കൂടെ കൂട്ടി പോരൂരിൻ്റെ തിരുനെറ്റിയിൽ ആത്മീയ തിലകം ചാർത്തുന്നു ഈ ആത്മീയാചാര്യൻ. സംഗീതത്തോളം മനസ്സിനെ തൊട്ടുണർത്തുന്ന മറ്റൊന്നുമില്ല. പുതിയൊരു ലോകത്തെയാണ് സംഗീതം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. കുഞ്ഞു സ്വരങ്ങൾ ഇവിടെ ഒന്നു ചേരുകയാണ്. Oh
കുടിയേറ്റ കാലത്തിൻ്റെ അർപ്പണബോധ കാലഘട്ടം ഓർമ്മിച്ചെടുക്കുന്നു ഈ പിതാക്കന്മാർ. 48 കുടിയേറ്റം തുടങ്ങിയ ആ കാലഘട്ടത്തിൽ ചുരുങ്ങിയ ആൾക്കാർ, ഒരു 3-4 കുടുംബക്കാർ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ ഇവിടെ. അതിനുശേഷം 50ഓട് കൂടി നമ്മൾക്ക് 50-ഒരു 60 അല്ലെന്ന 16 വീട്ടുകാർ, നമുക്ക് നമ്മുടെ കണക്കനുസരിച്ച് 16 വീട്ടുകാർ പോലീസുകാരുടെ കയ്യിലുണ്ടായി. ഈ 16 വീട്ടുകാർ വരുന്ന ആ സമയത്തും ആധ്യാത്മികമായ കാര്യങ്ങൾ നടത്താൻ നമുക്ക് യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതെ അന്ന് നമ്മൾ ഇവിടുന്ന് 4 മൈൽ നടന്ന് തലപ്പുഴ പോയിട്ടാണ് കുർബാന കാണുന്നത്. ലത്തീൻ രൂപത ഇതിൽപ്പെട്ട തലപ്പുഴ ആ പള്ളിയിലാണ് നമ്മൾ കുർബാന കണ്ടുകൊണ്ടിരുന്നത്. അന്ന് ആരെങ്കിലും മരിച്ചാൽ പോലും മരണം നമ്മൾ അവിടെ മറവ് ചെയ്യുന്നത് തലപ്പുഴ കൊണ്ടുപോയായിരുന്നു. വർഷക്കാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയി. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കാരണവന്മാർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നവർ കൂടിയിരുന്ന് ആലോചിച്ച് നമുക്കൊരു സ്ഥലം വേണം, പള്ളി വേണം, സെമിത്തേരി വേണം, സ്കൂൾ വേണം എന്നുള്ളൊരു അഭിപ്രായത്തിന് പേരിൽ അന്ന് 48 നമ്മൾ സ്ഥലം എടുത്തു. 48 സ്ഥലം എടുത്ത് അന്നും നമുക്ക് പണി ഒരു ഷെഡ് പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം കൈയും കാലമൊക്കെ മരച്ചിരിക്കും. ഭയങ്കരമായ മഞ്ഞ്, വേനൽക്കാലത്താണെങ്കിൽ ഭയങ്കരമായ മഞ്ഞ്. ഈ മഞ്ഞ് കാരണം പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 10 മണിയെങ്കിലും ആവും. നമ്മൾ ഈ 10 മണിക്ക് ശേഷം അപ്പം നമ്മളിവിടെ കൃഷി ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ഈ കാട്ടുമൃഗങ്ങൾ, കാട്ടുപന്നി, കുരങ്ങ്, മലയണ്ണാൻ ഇങ്ങനെയുള്ള ജന്തുക്കൾ വന്ന് നശിപ്പിച്ച് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിച്ചത്. അന്ന് നെല്ല്, കപ്പ, പിന്നെ അത് കഴിഞ്ഞ് പുല്ല്. തെരുവ കൃഷി നമ്മൾ ഇവിടുന്ന് കുറേ ദൂര സ്ഥലം, മേപ്പാടി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അതിൻ്റെ അരി കൊണ്ടുവന്ന് ഈ കാട് വെട്ടി കത്തിച്ച് അത് കിളച്ച് ഈ അരി പാകി അതിൻ്റെ അകത്ത് വിതച്ചിട്ടാണ് അന്ന് തെരുവ ഉണ്ടാക്കുന്നത്. തെരുവയെ സംബന്ധിച്ചിടത്തോളം തെരുവ അന്ന് ഈ അരി വെട്ടിക്കൊണ്ടുവന്ന് അത് ഉണങ്ങി ചാക്കിൽ സൂക്ഷിച്ച് വെക്കുകയാണ്. സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഈ കാട് വെട്ടി, കാട് ഭയങ്കരമായ വനങ്ങളായിരിക്കും. മരങ്ങളൊക്കെ അന്ന് മരത്തെക്കുറിച്ചൊന്നും കൂടുതൽ അറിവില്ലാത്തതുകൊണ്ട് വെട്ടി നശിപ്പിച്ച് എല്ലാം കൂടി തീയിട്ട് കത്തി ചാരമൊക്കെ ആയി കഴിയുമ്പോഴാണ് പിന്നെ കുറേ ആൾക്കാരെ വിളിച്ചു കൂട്ടും. 10-20 ആൾക്കാരെ വിളിച്ചു കൂട്ടി കിളയ്ക്കുകയാണ്. കിളച്ച് പുതുമഴ പെയ്തതിന് ശേഷമാണ് കിളയ്ക്കുക. ആദ്യം കിളയ്ക്കും, അത് കഴിഞ്ഞ് അരി വിതറും. അരി വിതറി കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ അന്ന് ബാക്കി ചിലപ്പം സ്ത്രീകളും കൂടും ഉള്ളവർ, അല്ലെങ്കിൽ പുരുഷന്മാർ തന്നെ അത് കമ്പെടുത്തിട്ട് ഇങ്ങനെ വരണ്ടി ഈ മണ്ണ് കുറേച്ചും പൊടിമണ്ണ് വീണാൽ മതി ഈ അരിക്ക് ചെറിയ രീതിയിൽ. അപ്പോൾ അത് അങ്ങനെയാണ് അത് ചെയ്തിരുന്നത്. ഒരു 40 ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ വിളവെടുപ്പ്. 40 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് തെരുവ മുറിച്ചിട്ട് അത് വാറ്റിയെടുക്കണം തൈലം. അതിന് ചെമ്പ് വാറ്റി വരാം. പിന്നെ അത് മരം കൊണ്ട് തന്നെ വെള്ളം സ്റ്റോക്ക് ചെയ്യാനൊരു ടാങ്ക് ഉണ്ടാക്കും, വീപ്പ എന്ന് പറയുന്നതിന്. ആ വീപ്പയിൽ വെള്ളം ഇങ്ങനെ ഏത് സമയം തണുത്ത് കിടക്കണം. എന്നിട്ട് തൈലം ഇങ്ങനെ ഒരു ചട്ടിയിലേക്ക് വന്ന് വീഴും. ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു ചെമ്പ് തൈലമായി കഴിയും. ഒരു ചെമ്പിലെ പുല്ല് ശരിയായി കഴിഞ്ഞ് തൈലം എടുക്കാം. വർഷക്കാലത്താണെങ്കിൽ 7 മില്ലി തൊട്ട് 7 ഔൺസ്. പിന്നെ വലിയ പുല്ലൊക്കെ ആണെങ്കിൽ, ചെറിയ പുല്ലുകളൊക്കെ ആണെങ്കിൽ നല്ല സമയത്ത് ഒരു 20-24 ഔൺസ് വരെയും കിട്ടിയിട്ടുണ്ട്.